ഇനി ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ഗൈസ്. നിങ്ങൾ സ്വന്തം ടീല് വേറെ ഒന്നല്ല, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാൻ ഇന്ന് എങ്ങനെയാണ് നിങ്ങൾ മുമ്പിൽ ലൈവിൽ എത്താണ്ടിരിക്കുക സന്തോഷമുള്ള ദിവസമായിട്ട്. ഇന്ന് മാർച്ച് 30 എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അതായത് തെക്കുംപുറം ജോസഫിൻ്റെയും ചെർമൽ ഡൽഹിയുടെയും മോനായ ബോസ്കോ ടി ജെയുടെ 26ാമത്തെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്. എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് നേരം വൈകില്ലായി ഇതിൽ വരാൻ. ഞാൻ പുത്തൂരാണ് താമസിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സായ എൻ്റെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എനിക്ക് ഒരു വലിയൊരു ഗിഫ്റ്റ് തന്നു. എനിക്കിത് കൊന്നത്തെ ഭാഗത്തെ എല്ലാ പിള്ളേരും കൂടി എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു. വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. എന്താ പറയുക, അവരോട് എന്ത് പറയണമെന്നില്ല. എനിക്ക് വളരെയധികം വലിയൊരു സന്തോഷമുണ്ട്. എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്കെന്താ പറയുക, എനിക്ക് സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വിഷസും ഗിഫ്റ്റുകളും തന്ന എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ് ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നു. ഓരോ കൊല്ലം ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കടുപ്പം മോഹൻലാൽ പറയാറില്ലേ, കടുപ്പം കൂടുമ്പോൾ ചായ രുചി മാറാൻ. അതുപോലെ ഓരോരോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്ന ഒരു ഇതിലേക്ക് വരികയാണ്. എനിക്ക് 26 വയസ്സായി. നമ്മളെ കുടുംബമായിട്ട് സെറ്റപ്പ് ഉണ്ടാവേണ്ട സമയമായി. ഞാൻ കാണുന്ന പോലൊന്നും ഒരു ആളല്ല. എന്തോ എനിക്ക് സന്തോഷമുള്ള ദിവസം. 26ാമത്തെ കൊല്ലാണ് എനിക്ക്. അവർ രണ്ടുപേരും മോനായി ജനിച്ചിട്ട് 26ാം കൊല്ലം. വളരെ സന്തോഷമുണ്ട് എനിക്ക് ജനിച്ചതിന് വളരെ സന്തോഷമുണ്ട്. എൻ്റെ അപ്പനമ്മയോടും പറയാൻ വാക്കുകളില്ല. എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്നെ ജനിപ്പിച്ചതിന് അത്രമാത്രം ഒരു ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് അവർ എന്നെ പ്രസവിച്ചത്. നമ്മൾ ഒരു ബർത്ത്ഡേ കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിന് ചിലവ് കൊടുക്കും. നമ്മൾ അതുപോലെ ഫ്രണ്ട്സിനും നമ്മളെ അടുത്തുള്ളവർക്ക് മിഠായിയും അങ്ങനെയൊക്കെ കൊടുക്കും. അതൊന്നല്ല ഒരു ഇത്. നമ്മൾ ചിലവ് കൊടുക്കേണ്ടത് നമ്മുടെ അപ്പനമ്മയ്ക്കാണ്. ചിലവ് കൊടുക്കുന്നത് നമ്മൾ സ്വന്തം അപ്പനമ്മയ്ക്കാണ് ചിലവ് കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അവരാണ് നമ്മൾ ജനിപ്പിച്ചത്. അപ്പോൾ അവർക്കാണ് നമ്മൾ ചിലവ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഒരു 1000 രൂപയ്ക്ക് നാട്ടുകാർക്ക് ചിലവ് കൊടുത്തു ഒന്നാവണില്ലേ. നമ്മൾ സ്വന്തം അപ്പനമ്മയ്ക്കാണ് നമ്മൾ ചിലവ് കൊടുക്കേണ്ടത് ഗൈസ്. നമ്മൾ ജനിപ്പിച്ചതാരെ നമ്മൾ സ്വന്തം അപ്പനമ്മയാണ്. നമ്മൾ ചിലവ് കൊടുക്കേണ്ടത് കാലത്ത് അപ്പനമ്മയ്ക്ക്. പക്ഷെ നമ്മൾ കൂട്ടുകാർ നമുക്ക് ചെയ്യുന്നുണ്ട്. കൂട്ടുകാർ നമുക്ക് ഇപ്പോൾ ഗിഫ്റ്റ് തന്നു. അതുപോലെ എംബ്രാൻഡ് പോലെ സ്റ്റിക്കറുകൾ അടിച്ചു. അപ്പം നമ്മൾ കൂട്ടുകാർക്ക് ജസ്റ്റ് ഒന്ന് ചിലവ് ചെയ്യണം. നമ്മൾ എത്ര കാശില്ലാത്ത ആളായാലും അവർക്ക് ചെറിയ ചിലവിൽ കൊടുക്കണം. ഒരു ചായയിൽ അവർക്ക് മേടിച്ചു കൊടുക്കണം. ഇത്ര കാശ് മുടക്കിയിട്ട് നമുക്ക് ഗിഫ്റ്റ് തന്ന വ്യക്തികളല്ല. പേരെടുത്ത് പറയണില്ല, കൊന്നത്ത് പറയാത്ത ഓരോരുത്തരും ഞാൻ പേരെടുത്ത് പറയണില്ല. അവർക്ക് നമുക്ക് ചെറിയൊരു ചിലവ് ചെയ്യണം. അതിൻ്റെ ഇതായിട്ട് നമ്മൾ സ്വന്തം അപ്പനമ്മയ്ക്കും നമ്മൾ ചിലവ് കൊടുക്കണം. ജനിപ്പിച്ചത് ആരാ? അവരാണ് നമ്മൾ ജനിപ്പിച്ചത്. അപ്പോൾ അവർക്കാണ് ഇത് കൊടുക്കേണ്ടത്.
അപ്പോൾ ഇന്ന് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. അതാണ് ഞാൻ വരാനാണ്. എമ്പുരാൻ ഇപ്പോൾ മോഹൻലാലല്ല എമ്പുരാൻ, ഞാനാണ് എമ്പുരാൻ. കണ്ട, മോഹൻലാൽ ഞാനാ. ലൂസിഫർ ഇല്ലേ, എമ്പുരാൻ സെക്കൻഡ് പാർട്ട്, അത് ഞാനാണ് ശരിക്കും. ലൂസിഫർ അല്ല, ഞാൻ എമ്പുരാൻ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ, ഇന്ന് ബർത്ത്ഡേ എപ്പിസോഡായിരുന്നു. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോയി ഹാപ്പി ബർത്ത്ഡേ ബോസ്കോ എന്ന് പോയി എല്ലാവരും പോയി കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഹാപ്പി ബർത്ത്ഡേ ബോസ്കോ എന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ, ഗുഡ് നൈറ്റ് അല്ല ഗൈസ്.